ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്ലം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ പ്ലം കേക്കിലേക്കുള്ള നട്ട്സൊക്കെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് കുറച്ച് നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനും. ഇതിലേക്ക് ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് ഞാനൊരു 1 kg വെയിറ്റ് വരുന്ന ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. റമ്മിലോ അല്ലെങ്കിൽ വൈനിലോ ഒക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയാണ് പ്ലം കേക്കിന് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കായിട്ട് ഞാൻ ഇവിടെ ഒരു 3.5-4 കപ്പോളം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ. അപ്പോൾ കുറച്ച് അധികമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കേക്കിലേക്കാണെങ്കിൽ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ ഒരു 1.25 കപ്പൊക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ക്രാൻബെറീസ്, ട്യൂട്ടി ഫ്രൂട്ടി 3 കളറിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂ നട്ടും ഡേറ്റ്സും കറുത്ത മുന്തിരിയും ഗോൾഡൻ റൈസിൻസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കിവി എടുത്തിട്ടുണ്ട്, അതുപോലെ പൈനാപ്പിളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ബദാം ചേർക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് കുറച്ച് മധുരമുള്ള പൈനാപ്പിളാണ്. ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഈന്തപ്പഴവും ഗോൾഡൻ റൈസിൻസും കുറച്ചൊന്ന് കുക്കായതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാൻഡീഡ് ആയിട്ടുള്ള ഓറഞ്ച് പീൽ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് നിങ്ങളുടെ അടുത്ത് ഏത് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. ഇപ്പോൾ ഓറഞ്ച് പീൽ വെച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് നമുക്ക് എങ്ങനെയാണ് പ്ലം കേക്കിലേക്കുള്ളത് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ ഐക്കാർഡിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വെറുതെ കളയുന്ന ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് മുന്തിരി, ഉണക്കമുന്തിരിയുടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കാഷ്യൂ നട്ടൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും വേണമെന്നില്ല. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മസാല പൗഡർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 8-10 ഏലക്കായും കുറച്ച് അയമോദകവും ഒരു ചെറിയ പീസ് ചുക്കും ജാതിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും 1 ടീസ്പൂൺ കറുകപ്പട്ട പൊടിച്ചതുമാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയോട് ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഒന്ന് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും കൂടുതൽ നട്ട്സ് എടുക്കുന്നില്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് ഒരു 1/2 കപ്പ് എടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ അടുത്ത അടുപ്പിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഒന്ന് കളർ മാറി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ഇത് ക്യാരമൽ ചെയ്തെടുക്കാനായിട്ട്. പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായി തുടങ്ങിയ ശേഷം വേണം ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരു നല്ലൊരു ബ്രൗൺ കളറായി വരണം. അപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒന്ന് കുറേശ്ശെ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആവിയും അതുപോലെ നന്നായിട്ട് തെറിക്കാനും തുടങ്ങും. ആവിയും കയ്യിൽ തട്ടും. അതുകൊണ്ട് കുറേശ്ശെ ആയിട്ട് വേണം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കാരമലിൻ്റെ ആ ഒരു സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നട്ട്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ പഞ്ചസാരയെല്ലാം മെൽറ്റായിട്ട് വേണം ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈന്തപ്പഴവും ഗോൾഡൻ റൈസിൻസും ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള കാഷ്യൂ നട്ടും ട്യൂട്ടി ഫ്രൂട്ടിയും ക്രാൻബെറി അങ്ങനെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ കറുത്ത മുന്തിരി എടുക്കുമ്പോൾ സീഡ്ലെസ് ആയിട്ടുള്ളത് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഓറഞ്ച് പീലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ചിൻ്റെ തൊലി വെള്ള ഭാഗം വരാതെ വേണം ചുരണ്ടി എടുക്കാനായിട്ട്. അതൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം.
നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോയിലും ഇടയിലാക്കി വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്കുള്ള നമ്മൾ ചേർത്തിട്ടുള്ള ക്രാൻബെറീസും അതുപോലെ കറുത്ത മുന്തിരിയൊക്കെ ഒന്ന് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഒരുവിധം ഒന്ന് കുക്കായി കഴിഞ്ഞപ്പോഴാണ് ഇതിലേക്ക് ഡേറ്റ്സും ഗോൾഡൻ റൈസിൻസും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡേറ്റ്സൊക്കെ ആദ്യമേ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതിലേക്ക് അങ്ങ് വെന്തങ്ങ് ഉടഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് നട്ട്സ് മാത്രം എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. 1 കിലോഗ്രാം കേക്കിലേക്കാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഈ ഒരു ഇത് ഇങ്ങനെ കാരമൽ ചെയ്തെടുക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്കിനി ജാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ജാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ലോ ഫ്ലെയിമിലേക്കാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ആ വെള്ളമൊക്കെ അങ്ങ് വറ്റിപ്പോവും. അപ്പോൾ ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആയിപ്പോവും. ഒത്തിരി വെള്ളം വറ്റേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും വെള്ളം ഇതിലുണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ഇത് ഡ്രൈ ആയിപ്പോവും, ഒരുപാട് അങ്ങ് ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് ഇത് അടച്ച് വെക്കാം. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ആൽക്കഹോൾ ചേർത്ത് കൊടുക്കാനാണെങ്കിൽ ഇതുപോലെ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് അടച്ച് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കുപ്പിയുടെ ടിന്നിലേക്ക് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു 2-3 വർഷമൊക്കെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഇതിങ്ങനെ അടച്ചിട്ട് നിങ്ങൾക്ക് പുറത്ത് തന്നെ ഒരു 10-15 ദിവസം വയ്ക്കാം. അതിൽ കൂടുതൽ ദിവസമാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഞാനിത് കാരമൽ ചെയ്തെടുത്തിട്ട് പിറ്റേ ദിവസമാണ് പ്ലം കേക്ക് റെഡിയാക്കുന്നത്. പ്ലം കേക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. പഞ്ചസാര സൈഡിൽ നിന്നൊക്കെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കാരമൽ ചെയ്ത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മൈദ ഒക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1.25 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. രണ്ട് നുള്ളു ഉപ്പൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഇനി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മസാല പൗഡറാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നല്ലപോലെ മിക്സാക്കി വെക്കുന്നുണ്ട്. ഇതിലേക്കായിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസോ അല്ലെങ്കിൽ വാനില എസൻസ് മാത്രമായിട്ട് ചേർത്താലും മതി. ഞാനിവിടെ വാനില എസൻസും കുറച്ച് ആൽമണ്ട് എസൻസും കൂടി ചേർക്കുന്നുണ്ട്. പൈനാപ്പിൾ എസൻസ് ആയാലും മതി. ഈ മുട്ട നിങ്ങൾക്ക് മിക്സിയിലെ ജാറിൽ വേണമെങ്കിൽ അടിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മുട്ട ഒന്ന് ബീറ്റാക്കിയിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ആണെങ്കിലും ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. കാരമൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രം ഈ ഒരു മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്കിനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കാം.
ഇപ്പോൾ മൈദ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ കാരമൽ ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് നിറയായിട്ട് എടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എത്രത്തോളം നട്ട്സ് വേണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് കുറച്ച് തിക്കായിട്ടിരിക്കുന്നത് പോലെ തോന്നും, പക്ഷേ കുഴപ്പമില്ല. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടിക്കോളും. ഇപ്പോൾ പ്ലം കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസ് ആവരുത്, എന്നാൽ ഒരുപാട് തിക്കാവുകയും ചെയ്യരുത്. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്നത് ഒരു 6 ഇഞ്ചിൻ്റെ ടിന്നിലാണ്, കുറച്ച് ഉയരമുള്ള ഒരു ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് 7 ഇഞ്ചിൻ്റെ ടിന്നിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ഉയരമില്ലാതെ വേണമെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ ഈ ഒരു പാത്രം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് വെച്ചിട്ട് ഇതൊരു 45 മുതൽ 50 മിനിറ്റ് വരെ ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയിലാക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പ്ലം കേക്ക് എന്ന് പറയുന്നത് പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അന്ന് മുറിക്കണമെന്നില്ല, പിറ്റേ ദിവസം എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതേ ഒരളവിൽ തന്നെ ഞാനൊരു 7 ഇഞ്ചിൻ്റെ ടിന്നിൽ ഓവനിൽ ചെയ്തിട്ടുള്ള ഒരു കേക്കാണ്. ഓവനിൽ ചെയ്തതുകൊണ്ടാണ് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒരു വേറൊരു കളറിൽ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഓവനില്ലാതെ ചെയ്യുമ്പോൾ മുകൾ ഭാഗം കുറച്ച് വ്യത്യാസം ഉണ്ടാവും നമ്മൾ ഓവനിൽ ചെയ്യുന്ന കേക്കിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈസി ആയിട്ടുള്ള പ്ലം കേക്ക് വേറെയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്